കോഴിക്കോട് എരമംഗലത്ത് കരിങ്കൽ ക്വാറിക്കെതിരെ വമ്പൻ പ്രതിഷേധം. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സ്ഥലത്ത് നിന്നും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്യുകയാണ്. ദിൽഷ തിലകൻ ആ വാർത്തയോട് ഒരുങ്ങുമ്പോൾ ചെയ്തു. ദിൽഷ, ഒരു 1.5 ആഴ്ച മുമ്പ് സമാന പ്രതിഷേധം ഉണ്ടാവുകയും അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതുമാണ്. പിന്നെയും പ്രശ്നം തുടരുകയാണ് അവിടെ. ദിൽഷ, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 22 ദിവസമായിട്ട് തുടരുന്ന പ്രതിഷേധമാണ് കോഴിക്കോട് എരമംഗലത്ത്. അതായത് കോമത്തുചാലിൽ കരിങ്കൽ ക്വാറിക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം. 22 ദിവസമായിട്ട് അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. അതായത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30ഓളം സ്ത്രീകളെയും കുട്ടികളും അടങ്ങുന്ന സംഘം പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ക്വാറിയിൽ നിന്നുള്ള കല്ലും മണ്ണും ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ, ഈ സമരക്കാരുടെ ഏറ്റവും വലിയ വിഷയം. അതായത് കുറെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഓരോ ദിനവും ലോറി ഈ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് വന്ന് അവിടെ ഈ കല്ലും മണ്ണും കൂട്ടിയിട്ടുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആ ജനവാസ മേഖലയിൽ ആകെ തന്നെ അവരുടെ ജീവിതത്തെ തന്നെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഒരു കനത്ത മഴ പെയ്താൽ ഈ കല്ലും മണ്ണും എല്ലാം കുത്തിയൊഴുകി താഴെയുള്ള വീടുകളിലേക്കും കിണറുകളിലേക്കും എല്ലാം വരും. അവരുടെ ജീവിതത്തെ അത് വളരെ ദുസ്സഹമായിട്ട് തന്നെ ബാധിക്കും. അവരുടെ കുടിവെള്ളം മുട്ടും. അത്തരത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു നടപടിയില്ലാതെ പിന്നോട്ടേക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഈ ജനകീയ സംരക്ഷണ സമിതിയുടെ തീരുമാനം. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെ ക്വാറി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഈ സമരസമിതി അടക്കം അറിയിക്കുന്നത്. നേതാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും അടങ്ങുന്ന സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമരത്തിന്റെ ഭാഗമായി ഈ ക്വാറിയിലേക്ക് വന്ന ലോറികളെല്ലാം സമരക്കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോറികൾ തടഞ്ഞുള്ള വലിയ രീതിയിലുള്ള സമരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കൂടി സമരം വഴിമാറുന്ന കാഴ്ചയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.